ഏതായാലും നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. എന്താണ് അഭിലാഷ് മറ്റു വിശേഷങ്ങൾ? ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചാണ്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പേരുകളൊക്കെ തന്നെയാണ്. അതിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ് വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയുടെ പേരാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിന് വേണ്ടി കേന്ദ്ര നേതൃത്വം താല്പര്യപ്പെടുകയോ കാത്തിരിക്കുകയോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിലെ ഒരു വാർത്ത. രണ്ടാമത്തേത് തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന്റെ പേരാണ് പരിഗണനയിലുള്ളത്. ഇപ്പോൾ തൃശ്ശൂരിൽ എം ഡി രമേശിനെ കൂടാതെ കെ അനീഷ് കുമാറിനെ കൂടി പരിഗണിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ ബി ഗോപാലകൃഷ്ണനാണ്, തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ്. ഇതൊക്കെ നേരത്തെ തന്നെ വ്യക്തമായ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ഫോറത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് മത്സരിക്കുന്നത് പോലെ തന്നെ ഹരിപ്പാട്, അതായത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ശോഭാ സുരേന്ദ്രനെ ഫീൽഡ് ചെയ്യാനുള്ള ഒരു ആലോചന, അല്ലെങ്കിൽ അങ്ങനെ ഹരിപ്പാട് നിന്നും ശോഭാ സുരേന്ദ്രനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കായംകുളം ബി ഡി ജെ എസ് വിട്ടുകൊടുക്കാത്ത സാഹചര്യത്തിൽ കായംകുളത്ത് ബി ഡി ജെ എസ് ആയിരിക്കും മത്സരിക്കുക. ഹരിപ്പാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണം, ഈ തെക്കൻ കേരളത്തിലൊരു സീറ്റിൽ അവർ മത്സരിക്കണമെന്ന ഒരു ശക്തമായ നിലപാടുണ്ട്. അങ്ങനെ ഹരിപ്പാടിൻ്റെ കാര്യത്തിൽ ഉണ്ട്. മഞ്ചേശ്വരത്താണ് കെ സുരേന്ദ്രൻ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. മാത്രമല്ല മഞ്ചേശ്വരത്ത് വിജയം വലിയ തോതിൽ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് പല ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ SDP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചത് മുതൽ കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച വരെ വലിയ പ്രതീക്ഷ. ഒരുപക്ഷെ കേരളത്തിൽ നിയമം പോലെ തന്നെ വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ബി.ജെ.പി ഇപ്പോൾ മഞ്ചേശ്വരത്തെ കണക്കാക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. ബാക്കി കഴക്കൂട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ വി മുരളീധരൻ തന്നെയാണ്. അതിലൊന്നും സർപ്രൈസ് ഇല്ല. ഇതൊക്കെയാണ് ബി.ജെ.പിയുടെ പട്ടിക വരുമ്പോൾ. തൃശ്ശൂർ സീറ്റിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കൊച്ചിയിൽ വെച്ച് മതനേതൃത്വവുമായി അല്ലെങ്കിൽ സഭാ നേതൃത്വവുമായിട്ടൊക്കെ ചർച്ച നടത്തിയതുപോലെ ഈ പറഞ്ഞതുപോലെ കാന്തപുരവും പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് കാന്തപുരം വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ കഴിഞ്ഞ തവണയല്ല, അതിന് മുൻപ് മാത്രമല്ല കെ സുരേന്ദ്രന്റെ മഞ്ചേശ്വരത്തിന് മത്സരിക്കണം എന്ന് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വമാണ് സജസ്റ്റ് ചെയ്തത് എന്നും കേൾക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ ഒരു കാരണം നേമത്ത് കോൺഗ്രസ് UDF ഇറക്കുന്ന സ്ഥാനാർത്ഥി വളരെ ദുർബലനാണെങ്കിൽ CPM-ന്റെ LDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവർ ചെയ്യുകയാണ്. കെ മുരളീധരനാണ് കഴിഞ്ഞ തവണ നല്ലൊരു മത്സരം നടത്തി UDF-ന്റെ 33,000 വോട്ട് സമാഹരിച്ചു. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരത്ത് LDF-ന്റെ വോട്ടും ഒരു പക്ഷേ ഫ്രീസ് ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത്രയും നല്ലൊരു മത്സരം അവരവിടെ കൊടുക്കൂല. ഇത്തവണ ബിജെപി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ക്രോസ് വോട്ടിംഗ് നടക്കില്ല എന്നുള്ളതാണ്. കാരണം കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ഞങ്ങൾ നിലപാടെടുത്തിട്ട് CPM ജയിക്കേണ്ടെന്ന് കോൺഗ്രസും നേരെ തിരിച്ചു. ഇപ്പോൾ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ നിയമത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ, അതായത് വലിയ നിലപാടൊക്കെ എടുത്ത് ബിജെപിയെ തോൽപ്പിക്കുക എന്ന സമീപനം എടുക്കേണ്ട എന്നൊരു ചിന്തയുണ്ട്. അത് ക്രോസ് വോട്ടിംഗ് നടക്കില്ല എന്നതിന്റെ സൂചനയായി ബിജെപി കേന്ദ്രങ്ങൾ അവരുടെ സോഴ്സസ് കാണും. അത് മറ്റ് പല മണ്ഡലങ്ങളിലുള്ള നീക്കുപോക്കായിട്ട് ഒരുപക്ഷെ അത് മാറാം. ശരി, 2011 സുരേന്ദ്രൻ ആദ്യമായിട്ട് മഞ്ചേശ്വരം വരുന്നത്. 2011, 16, 21, 19 ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞൊരു പോയിന്റോട് ചേർത്താണ്. ഇപ്പോൾ 2006 അന്നത്തെ മന്ത്രിയായിരുന്ന ചെറുക്കുളം അബ്ദുള്ള, തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ് ചെറുക്കുളം അബ്ദുള്ള, ലീഗിന്റെ വടക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ നേതാവാണ്. അതേ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അടുത്ത വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. CH കുഞ്ചമ്പു CPM മഞ്ചേശ്വരത്ത് വിജയിക്കുകയാണ്. രണ്ടാമത് നാരായണ ഭട്ട്, BJP സ്ഥാനാർത്ഥി നാരായണ ഭട്ട്, അതും തലമുറന്ന നേതാവാണ് അവിടുത്തെ. അന്ന് UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2011 പക്ഷേ ചിത്രം മാറി. CH കുഞ്ഞമ്പു സിറ്റിംഗ് MLA 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1ാം സ്ഥാനത്തേക്ക് ലീഗ് വരികയാണ്. അവിടെയാണ് ആദ്യത്തെ സുരേന്ദ്രൻ്റെ എൻട്രി. അത് 4,500 വോട്ടാണ് സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് തോറ്റുപോയത്. പക്ഷേ 16-ലും 21-ലും ചെറിയ വോട്ടിന് 1000-ൽ താഴെ വോട്ട്, 800 ചില്ലറ വോട്ടിനും ഒരു 88 വോട്ടിന് 85 വോട്ടിന് 89 വോട്ടിനും മാത്രമാണ് ഈ തോൽവികൾ സംഭവിച്ചത്. അപ്പോൾ 2011, 16, 21 അതിനിടയ്ക്ക് ഒരു ബൈ ഇലക്ഷൻ 19-ൽ 4 തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താണ് ഇപ്പോൾ LDF ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ സുരേന്ദ്രനെ ചൂസ് ചെയ്തത് അതൊരു വിജയസാധ്യത എന്ന് നേരത്തെ പറഞ്ഞ ഘടകം അവിടെ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ഹോട്ട് സീറ്റായി എപ്പോഴും സംസ്ഥാന തലസ്ഥാന നിയമമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ വളരെ സെൻസിറ്റീവായി ഇത്തവണ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ മഞ്ചേശ്വരമായിരിക്കാം, അല്ലെങ്കിൽ അത് പാലക്കാടും, അങ്ങനെ മാറി വന്നേക്കാം. അല്ല, ഞാൻ പറഞ്ഞത് രണ്ട് മുന്നണികളും തുല്യനിലയിലാണ് എന്നുള്ളൊരു പ്രതീതി ഇരിക്കെ ഓരോ സീറ്റും പ്രധാനമാണ്. ഒരു സീറ്റ് അവരെ ജയിപ്പിക്കുക എന്നാലും ആരെയും ഇവർ അങ്ങനെ ജയിപ്പിച്ചു കൊടുക്കണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നേമത്തും മഞ്ചേശ്വരത്തൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് മുന്നണികളും, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും സംയുക്തമായി എന്തെങ്കിലും നിലപാടോ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു സമീപനമൊക്കെ എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ പക്ഷേ നിയമത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കെ മുരളീധരനെ ഒരു ബിഗ് ഫൈറ്റർ അവിടെ വരാൻ പോകുന്നുവെന്ന് അന്നത്തെ KP സുധീഷൻ മുല്ലപ്പള്ളി രാമൻ അനൗൺസ് ചെയ്യും. കെ മുരളീധരൻ അവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അത് പക്ഷേ മറ്റ് സീറ്റുകൾ ഡാമേജ് ആയി എന്നാണ് വിലയിരുത്തൽ. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്.
അത്തരത്തിൽ BJP വെല്ലുവിളിക്കാൻ വേണ്ടി നിയമത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഇറക്കൽ ഇത്തവണ ഉണ്ടാക്കാനുള്ള ഒരു കോൺഗ്രസിന്റെ സാധ്യത ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ടാവില്ല, ഒരു സാധ്യത ഉണ്ടാവില്ല. നേമത്ത്. നോർമലി വരുന്നൊരു സ്ഥാനാർത്ഥിയായിരിക്കും. നേമത്ത് BJP പിടിക്കുക എന്നതല്ല. BJP മറ്റു പലയിടത്തും ഇപ്പം പറഞ്ഞ പോലെ മഞ്ചേശ്വരം, പാലക്കാട്, കഴക്കൂട്ടം, കാട്ടാക്കട ഉൾപ്പെടെ പല സീറ്റുകളിലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചാത്തന്നൂരടക്കം ഉള്ള സീറ്റുകളിൽ NDAയോ BJPയോ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ പൊതുവിൽ വരുന്നുണ്ട്. അത്തരം വെല്ലുവിളിയുണ്ട്. അതുകൊണ്ട് നിയമം മാത്രമായി ഫോക്കസ് ചെയ്താൽ അത് രാഷ്ട്രീയമായി തെക്കൻ കേരളത്തിൽ ദോഷമുണ്ടാക്കും. അതിന്റെ പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ 15 വർഷമായി BJPക്ക് വോട്ട് കൊടുക്കുന്ന കോൺഗ്രസിന് ദോഷം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നിർത്തിയാൽ CPM അതിന് പകരമായിട്ട് മറ്റു പലയിടത്തും BJP അല്ല, ദുർബലനായ സ്ഥാനാർത്ഥി എന്നതല്ല. ഇപ്പോൾ K മുരളീധരനെ അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമനെ അല്ലെങ്കിൽ K സുധാകരനെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആൾ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ട സാഹചര്യമില്ല. അവിടെ ജയിക്കാൻ അത്ര എളുപ്പമുള്ള സ്ഥലമല്ല എന്നതേ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ സെറ്റിൽ ചെയ്തൊരു ദുർബലനായ സ്ഥാനാർത്ഥി വരുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ പുതിയ സ്ഥാനാർത്ഥിയായിരിക്കും, ഒരാൾ വരും, അത് പ്രധാനപ്പെട്ട ആളായിരിക്കും. മറ്റ് സീറ്റുകൾ പോലെയുള്ള പരിഗണനയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട ആൾ അവിടെ BJP വെല്ലുവിളിക്കാൻ വന്നു എന്ന് വന്നാൽ തെക്കൻ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ അത്രയും എഫക്റ്റ് ഉണ്ട്. തെക്കൻ കേരളത്തിലെ ഹൈന്ദവ വോട്ടുകൾ UDF ലഭിക്കേണ്ട വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുണ്ട്.